അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖിയാമത്ത് നാൾ, അന്ത്യസമയം അള്ളാഹു നിശ്ചയിച്ചത് തന്നെ മനുഷ്യൻ്റെ അധ്വാനത്തിനുള്ള പ്രതിഫലം നൽകാൻ വേണ്ടിയാണ്. ഇന്ന സ്സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. ഖിയാമത്ത് നാൾ വരിക തന്നെ ചെയ്യും, പക്ഷേ ഞാനത് എപ്പോഴാണ് എന്നത് മറച്ചു വച്ചിരിക്കുന്നു. എന്തിനാണ് അന്ത്യസമയം? ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. ഓരോ മനുഷ്യനും താൻ എന്താണോ അധ്വാനിച്ചത് അതിൻ്റെ പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് ആ ദിവസം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞു, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. ആരാണോ മരണാനന്തര ജീവിതത്തെ ഉദ്ദേശിക്കുകയും അതിനുവേണ്ടി അതിൻ്റെതായ അധ്വാനം കാഴ്ചവെക്കുകയും ചെയ്താൽ, മരണാനന്തര ജീവിതത്തിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ട അധ്വാനത്തിൽ ആരെങ്കിലും ഏർപ്പെട്ടാൽ, അവരുടെ അധ്വാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിപൂർവം സ്വീകരിക്കും. ഫമൻ യഅമൽ മിനസ് സാലിഹാതി വഹുവ മുഅ്മിനുൻ ഫലാ കുഫ്റാന ലിസഅയിഹി വഇന്നാ ലഹു കാതിബൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ അധ്വാനത്തെ ഇല്ലാതെയാക്കാൻ സാധ്യമല്ല. അള്ളാഹു അങ്ങനെ ചെയ്യുകയില്ല. ഫലാ കുഫ്റാന ലിസഅയി, അവൻ്റെ അധ്വാനം വെറുതെയാവുകയില്ല. വഇന്നാ ലഹു കാതിബൂൻ, കാരണം നാം ഓരോന്നും കൃത്യമായി എഴുതി വെക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ഓരോ പ്രവർത്തനങ്ങളും എണ്ണി തിട്ടപ്പെടുത്തി കണക്കാക്കുന്നുണ്ട്. നാം അതിനെ പാഴാക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തെ, ആഖിറത്തിനെ ഉദ്ദേശിക്കുകയും ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി മരണാനന്തര ജീവിതത്തിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ട അമലുകൾ കാഴ്ചവെക്കുകയും ചെയ്താൽ, ഇന്ന ഹാദാ കാന ലക്കും ജസാഅൻ വകാന സഅയുകും മഷ്കൂറാ. പ്രവിശാലമായ സ്വർഗലോകത്തെ മനോഹരമായി വർണ്ണിച്ചിട്ട് അല്ലാഹു പറയുകയാണ്, ഇത് നിങ്ങൾക്കുള്ള പ്രതിഫലമാണ്, കാരണം നിങ്ങളുടെ അധ്വാനം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ അധ്വാനം മഷ്കൂറായി നന്ദിപൂർവം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്നു. അന്ന് നരകത്തെ കണ്ണിൻ്റെ മുന്നിൽ കൊണ്ടുവരപ്പെടുന്ന ദിവസം പോലും, വുജൂഹു യൗമൈദിൻ നാഇമ ലിസഅയിഹാ റാദിയ ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ. വ്യർത്ഥമായതൊന്നും കേൾക്കേണ്ടി വരാത്ത ഉന്നതമായ സ്വർഗീയ ലോകത്ത് അവർ പ്രവേശിപ്പിക്കപ്പെടും. തങ്ങളുടെ അധ്വാനം കാരണത്താൽ അവരുടെ മുഖങ്ങൾ പ്രസന്നമായിരിക്കുന്ന, സംതൃപ്തമായിരിക്കും. കാരണം അന്ന് അവർ ചിന്തിക്കുമ്പോൾ, യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, മനുഷ്യൻ തൻ്റെ അധ്വാനത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ എന്ത് മാത്രമേ അവൻ കാണുന്നുള്ളൂ? സത്യവിശ്വാസവും സൽക്കർമ്മവും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അബദ്ധങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്, പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ റബ്ബ് വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സന്തോഷ വാർത്ത കൊണ്ട് സന്തോഷിച്ച് പ്രസന്നമായ മുഖത്തോടുകൂടി, ഒരു നിലക്കും യാതൊരു ബേജാറുമില്ലാതെ, സങ്കടമില്ലാതെ, ഭയപ്പാടില്ലാതെ പ്രസന്ന മുഖത്തോടുകൂടി ഖിയാമത്ത് നാളിൽ നിൽക്കുന്നവർക്ക് ആലോചിച്ച് ഓർമ്മിച്ചെടുക്കാൻ സൽക്കർമ്മങ്ങളുണ്ട്. എന്നാൽ അങ്ങനെയൊന്ന് തിരഞ്ഞെടുക്കാനോ ഓർത്തെടുക്കാനോ കഴിയാത്തവൻ്റെ കാര്യം മഹാകഷ്ടമാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന ആ നാളേക്ക് വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അധ്വാനിക്കണം, പരിശ്രമിക്കണം. നിഅമ അജ്റുൽ ആമിലീൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. പ്രവർത്തിക്കുന്നവൻ്റെ പ്രതിഫലം എത്ര മനോഹരം. അമല് ചെയ്യണം, അധ്വാനിക്കണം. അധ്വാനിക്കാതെ നേടിയെടുക്കാൻ സാധിക്കുകയില്ല സ്വർഗലോകം. ഈ മഹത്തായ തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കാനും പ്രബോധനം ചെയ്യുവാനും നാം അധ്വാനിക്കുക. فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.